നമസ്കാരം. പോയ വാരത്തിലെ പ്രധാന വാർത്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എൻഫോ ന്യൂസ് ഒരുക്കുന്ന ആഴ്ചവട്ടം എന്ന വാർത്താധിഷ്ഠ പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ വിപിൻ. കുരുമുളക് സ്പ്രേ അടിച്ച് 3 ലക്ഷത്തോളം രൂപ കവർന്ന കേസിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി അർജുൻ, ഇടുക്കി സ്വദേശി ബോബി ഫിലിപ്പ്, ആലുവ സ്വദേശി ഗ്ലിവിൻ ജെയിംസ് എന്നിവരെയാണ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ, ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി CL ഷാജു, അന്തിക്കാട് SHO കേൾമൻ മാർക്കോസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു കവർച്ച നടന്നത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ 8 കിലോ കഞ്ചാവുമായി 2 പേർ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെ പിടിയിൽ. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ ആരിഫ്, ചോട്ടു എന്നിവരാണ് പിടിയിലായത്. ട്രെയിൻ മാർഗം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച കഞ്ചാവ് ഓട്ടോയിൽ കയറ്റി ചാവക്കാട് കൊണ്ടുപോകുന്നതിനിടെയാണ് പിടിയിലായത്. രഹസ്യ വിവരത്തെ തുടർന്ന് ഓട്ടോയെ പിന്തുടർന്ന പോലീസ് സംഘം പടിഞ്ഞാറേക്കോട്ടയിൽ വെച്ച് പിടികൂടുകയായിരുന്നു. തൃശൂരിൽ സ്വകാര്യ ബ്യൂട്ടി ഹബ് കത്തിനശിച്ചതിൽ സംശയം. വെളിയന്നൂരിലെ പ്രീത ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന റൈസി മേക്ക് ഓവർ ആൻഡ് ബ്യൂട്ടി ഹബ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ബുധനാഴ്ച പകൽ തീപിടുത്തമുണ്ടായത്. സ്ഥാപനം തുറന്ന ശേഷം താക്കോൽ സെക്യൂരിറ്റി ജീവനക്കാരനെ ഏൽപ്പിച്ച് ആവശ്യത്തിനായി പുറത്തുപോയ സ്ഥാപന ഉടമ റൈസി അഗ്നിബാധ അറിഞ്ഞാണ് തിരിച്ചെത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. മേക്കപ്പ്, ഫാൻസി ഉൽപ്പന്നങ്ങളും വാടകയ്ക്ക് നൽകാൻ കരുതിയ ബ്രൈഡൽ വസ്ത്രങ്ങളുമെല്ലാം കത്തിനശിച്ചു. ഏകദേശം 3 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. അപകട കാരണം ഷോർട്ട് സർക്യൂട്ട് അല്ലെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെയാണ് വാടക തർക്കത്തെ തുടർന്ന് കെട്ടിടമൊഴിയാൻ നിർബന്ധിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ബിൽഡിംഗ് മാനേജ്മെന്റിൽ സ്ഥാപന ഉടമയ്ക്ക് സംശയം തോന്നാൻ കാരണം. 15 ലക്ഷത്തോളം രൂപ മുതൽ മുടക്കിയ സ്ഥാപനം സമീപകാലത്തായി ബിസിനസ് കുറഞ്ഞത് പ്രതിസന്ധിയായി തുടരുമ്പോഴാണ് ഇടുത്തി പോലെ അഗ്നിബാധയും ഉണ്ടായത്. ഇതോടെ സാമ്പത്തികമായി തകർന്ന ഇവരുടെ ഉപജീവനം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 3000 രൂപ കൈവായ്പ തർക്കം, വീട് കയറി ആക്രമണം, 4 പേർ പിടിയിൽ. അന്തിക്കാട് താണ്ടിയേക്കൽ വീട്ടിൽ നവീനെ കഴിഞ്ഞ 15-ന് രാത്രി വീട്ടുപറമ്പിലെത്തി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അസഭ്യം പറഞ്ഞ് തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. അന്തിക്കാട് പുത്തൻപീടിക സ്വദേശികളായ രാഗേഷ്, സന്തോഷ്, യദു കൃഷ്ണൻ, ശിവനന്ദൻ എന്നിവരാണ് അറസ്റ്റിലായത്. പരാതിക്കാരന്റെ ഭാര്യ 3000 രൂപ സന്തോഷിന്റെ ഭാര്യയ്ക്ക് കൈവായ്പ കൊടുത്തതും അത് തിരികെ ചോദിച്ചതുമാണ് തർക്കത്തിന് പിന്നിൽ. രാഗേഷ്, യദുകൃഷ്ണൻ, ശിവനന്ദൻ എന്നിവർ മുൻപും ഒരു അടിപിടി കേസിലെ പ്രതികളാണ്. ബസ്സിനടിയിൽപ്പെട്ട് വരന്തരപ്പള്ളി സ്വദേശിയായ ബസ് ജീവനക്കാരൻ മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ കോടാലി റൂട്ടിൽ സർവീസ് നടത്തുന്ന ദാസ് ബ്രദേഴ്സ് ബസ്സിലെ ജീവനക്കാരനാണ് മനോജ്. സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടാൻ നേരത്ത് ബസിന്റെ ബ്രേക്ക് ഷോവിന്റെ സ്പ്രിംഗ് മാറ്റാൻ ബസ്സിനിടയിൽ കിടക്കുന്നതിനിടെ ബസിന്റെ ചക്രം മനോജിന്റെ ദേഹത്തെ ഇടിക്കുകയായിരുന്നു. സ്പെയർ പാർട്സ് കടയിൽ നിന്ന് സ്പ്രിംഗ് വാങ്ങി മനോജ് ബസ്സിനടിയിൽ കിടന്നു മാറ്റുന്നത് ഡ്രൈവർ അറിഞ്ഞിരുന്നില്ല. വടക്കേച്ചിറയ്ക്ക് സമീപം ഇറക്കത്ത് നിർത്തിയിട്ട ബസ് പോലീസ് വരുന്നത് കണ്ട് പെട്ടെന്ന് മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടം. പരിക്കേറ്റ മനോജിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചു. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ പാഞ്ഞുവന്ന് ഓട്ടോറിക്ഷ ഇടിച്ചു തെറിപ്പിച്ചു. ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസം അമലയിലാണ് ഞെട്ടിക്കുന്ന അപകടം. നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തെറിച്ചുപോകുന്ന ദൃശ്യങ്ങളാണ് സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവറായ അവിയൂർ സ്വദേശി അബൂബക്കർ, എടക്കര സ്വദേശി സജന, കാറിലുണ്ടായിരുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിയായ നാഗേന്ദ്ര റാവു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ സജനയുടെ നില ഗുരുതരമാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച കാറാണ് അപകടത്തിനിടയാക്കിയത്. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാള വൈന്തലയിൽ ബൈക്കിൽ എത്തി അംഗൻവാടി ടീച്ചറുടെ മാല പൊട്ടിച്ചവർ പിടിയിൽ. പട്ടാപ്പകൽ നടുറോട്ടിലായിരുന്നു പിടിച്ചുപറി. ബൈക്കിലെത്തിയ 2 പുരുഷന്മാരും ഒരു സ്ത്രീയും അടങ്ങിയ സംഘമാണ് മോഷണം നടത്തിയതെന്ന് മോളി മാള പോലീസിനെ അറിയിച്ചു. മോളി വഴിയരികിലൂടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴായിരുന്നു പിടിച്ചുപറി. സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ബൈക്കിന്റെ നമ്പർ കിട്ടി. മാത്രവുമല്ല, ബൈക്ക് യാത്രക്കാരെ തിരിച്ചറിയാനും ഈ ദൃശ്യങ്ങൾ കൊണ്ട് സാധിച്ചു.
ഇവരുടെ മൊബൈൽ നമ്പർ നിരീക്ഷിച്ചപ്പോൾ ചാലക്കുടി ഭാഗത്താണ് കാണിക്കുന്നത്. മാള പോലീസ് നാടകീയമായി ഈ 3 പേരെയും പിടികൂടി. ഒരാൾക്ക് 17 വയസ്സ്, മറ്റൊരാൾക്ക് 18 വയസ്സ്. 22-കാരിയായ അഞ്ജനയായിരുന്നു പിടിച്ചുപറി ആസൂത്രണം ചെയ്തത്. കുട്ടിയെ അങ്കണവാടിയിൽ വിടാൻ ചെന്നപ്പോഴായിരുന്നു അധ്യാപികയുടെ മാലയിൽ അഞ്ജനയുടെ നോട്ടം വീണത്. പണമുണ്ടാക്കി അടിച്ചുപൊളി ജീവിതം ആഗ്രഹിച്ചു നടക്കുന്ന യുവതിയാണ് അഞ്ജന. ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട യുവാക്കളുമായി ബന്ധം സ്ഥാപിച്ചതും ഇങ്ങനെ പണം തട്ടാനായിരുന്നു. ഭർത്താവുമായി തെറ്റിപ്പിരിഞ്ഞ് കഴിയുകയാണ് യുവതിയെന്നും പോലീസ് പറയുന്നു. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 2 യുവാക്കളെ പിടിച്ചുപറിക്ക് പ്രേരിപ്പിച്ചതും അഞ്ജനയായിരുന്നു. ഈ 3 പേരും ആദ്യമായി ചെയ്യുന്ന കുറ്റകൃത്യമാണിത്. ദേശീയപാതയിലെ കൊടകര മേൽപ്പാലത്തിന് മുകളിൽ KSRTC സ്വിഫ്റ്റ് ബസ് ലോറിക്ക് പിറകിലിടിച്ച് 12 പേർക്ക് പരിക്ക്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. തിരുവനന്തപുരത്ത് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് പോയിരുന്ന സ്വിഫ്റ്റ് ബസ്സാണ് മുന്നിൽ പോയിരുന്ന കണ്ടെയ്നർ ലോറിക്ക് പിറകിലിടിച്ചത്. ലോറി പെട്ടെന്ന് വേഗത കുറച്ചപ്പോൾ പിറകെ വന്നിരുന്ന ബസ് നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു എന്ന് പറയുന്നു. അപകടമുണ്ടായിട്ടും ലോറി നിർത്താതെ പോവുകയായിരുന്നു. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ തിയേറ്റർ നടത്തിപ്പുകാരനും ഡ്രൈവർക്കും വെട്ടേറ്റു. ഇന്നലെ രാത്രി 10 മണിയോടെ തൃശൂർ വെളപ്പായയിൽ സുനിലിന്റെ വീടിന് മുന്നിൽ വെച്ചാണ് സംഭവം. സുനിലിന്റെ വീടിന് മുൻപിൽ വെച്ച് കാറിൽ നിന്നിറങ്ങി ഗേറ്റ് തുറക്കുന്നതിനിടെയാണ് ഇരുട്ടിൽ പതിയിരുന്ന 3-അംഗ സംഘം വാൾ ഉപയോഗിച്ച് ഇരുവരെയും വെട്ടിയത്. സുനിലിന്റെ കാലിനും ഡ്രൈവറുടെ കൈക്കുമാണ് വെട്ടേറ്റത്. പരിക്കേറ്റ ഇരുവരെയും ആദ്യം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ ദയാ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരുടെയും പരിക്ക് ഗുരുതരമല്ല. ഇരുവരെയും വെട്ടിയ ശേഷം അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടു. സുനിൽ 10 വർഷത്തോളമായി രാഗം തിയേറ്റർ വാടകയ്ക്കെടുത്ത് നടത്തുകയാണ്. പ്രതികളെ പിടികൂടുന്നതിനായി മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. എരുമപ്പെട്ടിയിൽ വാടകയ്ക്ക് കൊടുത്ത കാർ തിരിച്ചുപിടിക്കാനെത്തിയ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. രക്ഷപ്പെടുവാൻ കാറിന്റെ ബോണറ്റിൽ പിടിച്ച് തൂങ്ങിയ ആലുവ പാനായിക്കുളം സ്വദേശി കൊടിയൻ വീട്ടിൽ സോളമനെ കാറിൽ കിടത്തി കാർ ഓടിച്ചത് 7 കിലോമീറ്റർ ദൂരം. നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് കാർ തടഞ്ഞ് യുവാവിനെ രക്ഷപ്പെടുത്തി. തൃശൂർ തിരൂർ പോട്ടൂർ സ്വദേശി നാലകത്ത് വീട്ടിൽ ബക്കറാണ് ക്രൂരകൃത്യം നടത്തിയത്. ബക്കറിനെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. കല്യാണാവശ്യം വണ്ടി കൊണ്ടുപോയ വണ്ടിയാണ്. ഈ വണ്ടി കാണാതായിട്ടാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം ഇവിടെ വെച്ച് ഈ വണ്ടി കണ്ടപ്പോ ഞാൻ വട്ടം നിന്നു സംസാരിക്കാൻ പോയ ആളെ ഇടിച്ചിട്ടു. അപ്പൊ ആ ഇടിച്ചെന്ന പുറത്ത് ഞാൻ ഈ വണ്ടിയുടെ മുകളിലേക്ക് ചാടി കയറി. ആ കണ്ടീഷനിൽ ഒരു 10 കിലോമീറ്റർ ഓടിച്ചു പുള്ളി. പിന്നെ ഇവിടെ നാട്ടെല്ലാം കൂടി വട്ടം ചേർന്നിട്ടാണ് ഈ വണ്ടി പിടിച്ചിരുത്തിയതും എല്ലാം. ഇപ്പൊ എനിക്ക് ജീവൻ അന്വേഷിച്ചിട്ട് അതിങ്ങനെ കൊന്നാണ് ഇയാളുണ്ട്. മണ്ണമ്പേട്ട സ്വദേശി പൂനെയിൽ ലോറികൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചു. ലോറി ഡ്രൈവർ മണ്ണമ്പേട്ട വട്ടനാത്ര മഠത്തിപ്പറമ്പിൽ വീട്ടിൽ മോഹനന്റെ മകൻ മേജോ എന്ന മുകേഷാണ് മരിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 4 മണിയോടെ പൂനെ നവി മുംബൈ ദേശീയപാതയിലായിരുന്നു അപകടം. പൈനാപ്പിളുമായി നവി മുംബൈയിലേക്ക് പോയിരുന്ന മേജോ ഓടിച്ചിരുന്ന ലോറി ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. മൃതദേഹം വെള്ളിയാഴ്ച നാട്ടിലെത്തും. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10-ന് വടൂക്കര ശ്മശാനത്തിൽ. അമ്മ മല്ലിക, ഭാര്യ കവിത, മക്കൾ അതുൽ, അവന്തിക, അമ്പാടി. ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചവട്ടം പൂർണ്ണമാകുന്നു. പുതിയ വാർത്തകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.